ശ്ലോകം ചൊല്ലാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഘവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദമുഖ്യാശ്രയോസി. ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം വിമലം അപി യശോ നിസ്പൃഹൈശ്ച ഉപഗീതം അംഗാ സംഗാ സദാ ശ്രീർ അഖില വിദസി ന ക്വാപി തേ സംഘവാർത്താ തദ് വാതാകാരവാസിൻ മുരഹര ഭഗവച്ഛബ്ദം മുഖ്യാശ്രയോസി. അതാണ് ശ്ലോകം. ശ്ലോകത്തിൻ്റെ അർത്ഥം: ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം. ഇന്ദ്രവടിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ശ്രീ മഹാദേവൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാകുന്നു. വീര്യം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി. ഇന്ദ്രവടിയുടെ വീര്യം സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ, അതായത് സൂര്യന്, അഗ്നി, മറ്റ് പ്രഭൃതികളുടെ എല്ലാം തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു. വിമലം യശ അഭി. സംശുദ്ധമായ അങ്ങയുടെ യശസ്സും നിസ്പൃഹയിച്ച ഉപഗീതം. നിസ്പൃഹന്മാരാൽ, അതായത് ഒന്നിലും കാംക്ഷയില്ലാത്ത, ആഗ്രഹമില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെട്ടതത്രേ. ശ്രീ സദാ അംഗാസംഗ. സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി ഏതു കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. അഖിലവിദ് അസി. അങ്ങ് സർവജ്ഞനാകുന്നു ഭഗവാനെ. സംഘവർത്താത്തേ ന ക്വാപി. ആസക്തിയുടെ കഥ പോലും അങ്ങയ്ക്ക് ഒന്നിലുമില്ല. തദ് വാതാകാരവാസിൻ മുരഹര ഭഗവത് മുഖ്യാശ്രയ ആസി. ആകയാൽ ഇങ്ങനെയെല്ലാം ആയിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, മുരാന്തക. മുരൻ എന്ന അസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവാന് മുരാന്തകൻ എന്ന പേര് കിട്ടിയത്. മുരാന്തക, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാകുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, ഇങ്ങനെ 6 കാര്യങ്ങൾ ചേർന്നതാണ് ഭഗവാൻ. ഭഗം എന്ന് പറയുന്നത്. ഈ ഭഗമുള്ളതാണ് ഭഗവാൻ. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം.